നമസ്കാരം. ആയിരത്തി 1982 നല്ല മഴയുള്ള ഒരു ദിവസം മുംബൈയിലെ ഒരു തിരക്കേറിയ തെരുവിൽ റോഡിലേക്ക് തുറന്നിരിക്കുന്ന വാതിലിൽ ഒരു പുരുഷൻ അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ തൊട്ടുമുന്നിൽ ആ മഴയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുമുണ്ട്. ആ സ്ത്രീയുടെ രണ്ട് കൈയിലായി രണ്ട് കൊച്ചുകുട്ടികൾ തൂങ്ങി നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ പുരുഷൻ അവളോട് പറഞ്ഞു, മേലാൽ നീ ഈ ഭാഗത്ത് വരരുത്, നിന്നെ എനിക്കിനി കാണണ്ട. ആ സ്ത്രീയോട് അങ്ങനെ പറഞ്ഞത് അവളുടെ ഭർത്താവാണ്. അയാൾക്ക് അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിരിക്കുന്നുവെന്ന് അയാളുടെ ആ സംഭാഷണം വിളിച്ചു പറയുകയാണ്. ശരിക്കും അവൾ കരഞ്ഞുകൊണ്ട് അവളെ വീട്ടിനകത്തേക്ക് കടത്തണമെന്ന് ഭർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ അയാൾ ആ വാതിലങ്ങ് കൊട്ടി അടച്ചു. ശാന്തി ദേവി പത്കർ എന്ന ആ സ്ത്രീ അല്പനേരം അടഞ്ഞു കിടക്കുന്ന ആ വാതിൽക്കലേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ നിമിഷത്തിൽ അവളുടെ ഇരു കൈകളിലും ആ കുട്ടികൾ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അല്പനേരം ആ മഴയത്തങ്ങനെ നിന്ന ശാന്തി ദേവി എന്തോ ആലോചിച്ചുറച്ചതുപോലെ ആ റോഡിന്റെ ഒരു അറ്റത്തേക്ക് നടന്നു തുടങ്ങി. അവിടെ നിന്ന് ശാന്തി ദേവി നടന്നെത്തിയത് മുംബൈയിലെ വർളി മേഖലയിലെ സിദ്ധാർത്ഥ് നഗറിലേക്കാണ്. അവിടെയാണ് അവളുടെ ബന്ധുക്കളൊക്കെ ഉള്ളത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട ശാന്തി ദേവിയുടെ മനസ്സിൽ ആ സ്ഥലമല്ലാതെ മറ്റൊന്നും തെളിഞ്ഞു വരാത്തത് കൊണ്ടാണ് അവൾ അവിടേക്ക് തന്നെ വന്നത്. അവൾ ജനിച്ചതും വളർന്നതുമൊക്കെ അവിടെയാണല്ലോ. 5 സഹോദരന്മാർക്ക് കൂടി ഏക സഹോദരിയായിരുന്നു ശാന്തി ദേവി. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുന്നേ ഉള്ള അവളുടെ കാലഘട്ടം ശരിക്കും സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അവിടേക്ക് നടക്കുമ്പോൾ ശാന്തി ദേവിയുടെ മനസ്സിലും ആ പഴയ ചിത്രങ്ങൾ അങ്ങനെ കടന്നു വരികയാണ്. സിദ്ധാർത്ഥ നഗറിൽ മടങ്ങിയെത്തിയ ശാന്തി ദേവിക്ക് അവിടെ ചില വാതിലുകൾ കാണാം. അവളുടെ സഹോദരന്മാർ താമസിക്കുന്ന വീടുകളാണ്. വീടാണോ എന്ന് ചോദിച്ചാൽ വീടാണെന്ന് പറയാം. പക്ഷേ അതൊക്കെ ചെറിയ ഒറ്റമുറി വീടുകളാണ്. അതിൽ ഏത് വാതിലിൽ മുട്ടണമെന്ന് ഒരു നിമിഷം ആലോചിച്ച ശാന്തി ദേവി അവസാനം ഒരു വാതിലിൽ മുട്ടി. വാതിൽ തുറക്കപ്പെട്ടു. പെട്ടെന്ന് ശാന്തി ദേവി കണ്ടതും അവളുടെ സഹോദരന്റെ ഭാര്യ സന്തോഷത്തോടുകൂടി ശാന്തി ദേവിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഹേയ് ശാന്തി, എന്താ ഇത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാന്തി കെട്ടിപ്പിടിക്കുമ്പോൾ ആ സ്ത്രീക്ക് ശാന്തിയുടെ ഒരു അവസ്ഥ ഏതാണ്ട് മനസ്സിലായി എന്ന് വ്യക്തം. അവൾ കൂടുതലൊന്നും പറയാതെ ശാന്തിയും അവളുടെ 2 കുട്ടികളെയും അകത്തേക്ക് വിളിച്ചു. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ വീട്ടിൽ അന്ന് മുതൽ ശാന്തി താമസം ആരംഭിച്ചു. അവളുടെ സഹോദരന്മാരിൽ ചിലർക്കൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായിട്ടും അവർ പലരും ജയിലിനകത്തും പുറത്തുമായി അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. ആ ടീമിലേക്കാണ് ശാന്തി ദേവി മടങ്ങിയെത്തിയിരിക്കുന്നത്. അവളുടെ കുടുംബ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശാന്തി ദേവിക്ക് പിടിച്ചു നിൽക്കാൻ സ്വാഭാവികമായിട്ടും ഒരു ജോലി വേണം. അവൾ അതിവേഗം ജോലി സംഘടിപ്പിച്ചു. ഏകദേശം 2 മണിക്കൂറോളം ഒരു വീട്ടിൽ ജോലി ചെയ്താൽ 200 രൂപ പ്രതിഫലം കിട്ടും. 3 വീടുകളിലെങ്കിലും പണിയെടുക്കാൻ പറ്റിയാൽ ദിവസവും 600 രൂപ ഉണ്ടാക്കാൻ പറ്റും. ശാന്തി അവളുടെ 2 ആൺകുട്ടികളെയും വളർത്തിയെടുക്കാൻ വേണ്ടി സ്വാഭാവികമായും വീട്ടുജോലിക്ക് ഇറങ്ങുകയാണ്. ദിവസങ്ങൾ അതിവേഗം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു ദിവസം ശാന്തി വീട്ടുജോലിക്ക് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തി ദേവി അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരാള് അവളുടെ സമീപത്ത് ഇരിപ്പുണ്ട്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു പുരുഷൻ അവളുടെ സമീപത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. അവൾ അമ്പരപ്പോടെ ആ ആളെ നോക്കിയതും അയാൾ ശാന്തി ദേവിയോട് പറഞ്ഞു, ഏയ് സഹോദരി, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സഹോദരി എന്നുള്ള വിളിയും അയാളുടെ ശബ്ദത്തിലെ ഒരു ശാന്തതയും ശാന്തി ദേവിക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കി. അയാൾ ശാന്തി ദേവിയോട് ചോദിച്ചു, ഏയ് നീ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നതും ചായ കുടിക്കുന്നതും ഞാൻ കാണാറുണ്ട്, ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ട്. നീ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്ത് നിനക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തികച്ചും അപരിചിതനായ വ്യക്തി ആ ശൈലിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ ശാന്തി ദേവിയുടെ മുഖത്ത് ഒരു കൗതുകം വിരിഞ്ഞു. അല്ല, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ്, ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ? നീ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്ത് മുന്നോട്ട് പോയാൽ നിനക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഹേയ്, അതെന്താ സംശയം? ഞാൻ 3 വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. 3 വീട്ടിൽ നിന്നായി എനിക്ക് ദിവസം 600 രൂപ കിട്ടും. അത് മതി എനിക്ക് ജീവിക്കാൻ. ആ പണം ഉപയോഗിച്ച് നിനക്ക് നിന്റെ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റൂ. പിന്നെന്താ, ഉറപ്പായി സ്കൂളിൽ അയക്കാം. ഏത് സ്കൂളിൽ? നമ്മുടെ മുനിസിപ്പാലിറ്റി സ്കൂളിലാണോ? അതൊരു ചോദ്യമാണ്. ആ തെരുവിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിലേക്ക് അവരുടെ മക്കളെയും അയക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വേറെ സ്കൂളുകളുണ്ട്. പണമുള്ള ആളുകളുടെ മക്കളൊക്കെ പഠിക്കുന്ന അത്തരം സ്കൂളുകളിലാണ്. ആ ശൈലിയിലുള്ള സ്കൂളിലേക്ക്
അവളുടെ മക്കളെ അയക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ആ അപരിചിതൻ ശാന്തി ദേവിയോട് ചോദിച്ചത്. ആ സംഭാഷണം സാവധാനം ഒരു പ്രത്യേക വിഷയത്തിലേക്ക് വന്നു. അയാൾ ശാന്തി ദേവിയോട് പറഞ്ഞു, ഏയ് ശാന്തി, നീ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന കാശ് വേണമെങ്കിൽ നിനക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം. നിങ്ങൾ എന്തായും പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? നോക്ക്, ഞാൻ അങ്ങനെ പണമുണ്ടാക്കുന്ന ഒരാളാണ്. ഈ റോഡിന്റെ എതിരെ കാണുന്ന ആ ബിൽഡിങ്ങിലേക്ക് നോക്കി, ആ ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ ഒരു മനുഷ്യനുണ്ട്. അയാളാണ് എനിക്ക് ആ ജോലി നേടിത്തന്നത്. വളരെ കൂളായിട്ട് ആ ആള് അയാളുടെ അനുഭവം പറയുകയാണ്. ഹേയ്, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഒരു മാസം കൊണ്ട് നേടുന്ന പണം ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന ജോലി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴേ എനിക്ക് ഊഹിക്കാം ആ ജോലിയിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടാവും. അതൊരു നിയമവിരുദ്ധമായ ജോലിയാവും. ഏയ് ശാന്തി, നിയമവിരുദ്ധമായ ജോലിയെന്നും നിയമത്തിനനുസരിച്ച് ജോലി എന്നൊക്കെ നമ്മൾ ജോലിയെ വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏയ് ശാന്തി, ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ളത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഏറ്റവും ആരാധിക്കേണ്ടത് എന്തിനാണെന്ന് അറിയാമോ? ഏയ്, നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? ദൈവത്തിനല്ലേ ആരാധിക്കേണ്ടത്? ഏയ് ശാന്തി, അങ്ങനെ അല്ല. ആരാധിക്കേണ്ടത് പണത്തിനെയാണ്. പണം ഉള്ളവന് മാത്രമേ ഈ ഭൂമിയിൽ വിലയുള്ളൂ. നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിന്നെ ആളുകൾ ബഹുമാനിക്കും, നിന്നെ ആരാധിക്കും. പണമില്ലാത്തവനെ ആരും ബഹുമാനിക്കത്തുമില്ല, ആരാധിക്കത്തുമില്ല. അയാളുടെ ആ പറച്ചിൽ ശാന്തിയെ ഒന്ന് ഉലച്ചിട്ടുണ്ട്. ശരിക്കും പണമാണ് സകല കാര്യങ്ങളെയും തീരുമാനിക്കുന്നെന്ന് ശാന്തിക്ക് അവളുടെ ഈ ചെറിയ ലൈഫ് കൊണ്ട് തന്നെ അറിയാം. അവളെ അവളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതും അവളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. പണം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിലും സ്വീകാര്യത ഉണ്ടായിരുന്നു. പണം, അതാണ് സർവപ്രധാനം. ആ ഒരു ബോധം ശാന്തിയിലേക്ക് വന്നതും ആ അപരിചിതൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി, നിനക്ക് പണം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കി തരാം. എന്ത് അവസരം? ശാന്തി, ഞാൻ ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാൻ ഒരു ഡ്രഗ്സ് വിൽപ്പനക്കാരനാണ്. ഡ്രഗ്സോ? അതേന്നേ, ഈ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന കഞ്ചാവ് പോലുള്ള സാധനങ്ങളില്ലേ, അത് വിൽക്കുന്ന ആളാണ് ഞാൻ. ഏയ്, അതൊക്കെ വിൽക്കുമ്പോൾ പോലീസ് പിടിക്കത്തില്ലേ? ശാന്തി, ഇതിനകത്തൊരു റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടൊന്നുമില്ല. പോലീസ് പിടിക്കാതെയും നമുക്ക് ഇതൊക്കെ വിൽക്കാൻ പറ്റും. ആവശ്യക്കാർ ഒരുപാടുണ്ട്. അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും. നിങ്ങളീ പറയുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്താലേ പോലീസ് പിടിച്ച പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ശാന്തി, റിസ്ക് എടുക്കുന്നതാക്കേ ജീവിതം ഉണ്ടാവും. എന്തായാലും നീ ഒന്ന് ആലോചിക്കുക. നീ ഇപ്പോ നയിക്കുന്ന ജീവിതം നിന്റെ ജീവിത അവസാനം വരെ നയിക്കണോ, പണം കയ്യിലുള്ള ഒരാളായി ശരിക്കും അഭിമാനത്തോടെ ജീവിക്കണമെന്ന് നീയാണ് തീരുമാനിക്കാൻ. നീ എന്തായാലും ആലോചിച്ചിട്ട് നാളെ ഇതേ സമയത്ത് ഞാനിവിടെ വരാം. അപ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി. വളരെ വ്യത്യസ്തമായ ജീവിതത്തിലേക്ക് അവളെ ക്ഷണിക്കുകയാണ് ആ അപരിചിതനായ വ്യക്തി. അയാളെ ഒന്ന് നോക്കിയിട്ട് അയാളോട് നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞ് ശാന്തിദേവി ആ ബെഞ്ചിൽ നിന്ന് എണീറ്റ് അവളുടെ വീട്ടിലേക്ക് നടന്നു. ശരിക്കും വീട്ടിലേക്ക് നടക്കുമ്പോൾ ശാന്തിദേവിയുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമാണ്. അവൾ ഇതുവരെ നിയമത്തിന് എതിരായി ഒന്നുമേ ചെയ്തിട്ടില്ല. നിയമം അനുസരിച്ചാണ് അവൾ ഇതുവരെ ജീവിച്ചത്. പക്ഷേ ആ ജീവിതം അവൾക്ക് നൽകിയത് ഒരു വല്ലാത്ത ദുരന്തമാണ്. അവളുടെ ഭർത്താവ് അവളെയും 2 കുട്ടികളെയും നിഷ്കരണമാണ് ഉപേക്ഷിച്ചത്. അവൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവൾ പണിയെടുത്തേ പറ്റൂ. നിയമം അനുസരിച്ച് അവൾ പണിയെടുത്താൽ അവളുടെ ജീവിതം ഇതുപോലെ അങ്ങനെ മുന്നോട്ട് പോകും എന്ന് മാത്രം. അവളുടെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ശൈലിയിലുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനോ അവൾ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ കുട്ടികളെ മെച്ചപ്പെട്ട സ്കൂളിൽ ജോയിൻ ചെയ്യിക്കാനോ അവൾക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഇതാ അവൾക്ക് ഒരു അവസരം വരികയാണ്. ആ അവസരം അവൾക്ക് ഒരുപാട് പണം നേടിക്കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അവൾക്കും സംശയമൊന്നുമില്ല. പക്ഷെ ആ അവസരത്തിന്റെ കൂടെ വല്ലാത്തൊരു റിസ്ക്കുമുണ്ട്. എപ്പോ വേണമെങ്കിലും പോലീസ് അവളെ പിടിക്കാം. ആ ഒരു ചിന്തയോടു കൂടിയാണ് ശാന്തിദേവി അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ആ രാത്രിയിൽ അവളുടെ ചിന്ത മുഴുവൻ ആ അപരിചിതൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. എന്തായാലും പിറ്റന്ന് നേരം പുലർന്നു. അവള് ജോലിക്ക് പോയി. വൈകുന്നേരം തലേ ദിവസം അവൾ ഇരുന്ന അതേ ബെഞ്ചിൽ ഒരു ചായയുമായി അവൾ വന്നിരുന്നു. തലേ ദിവസം ശാന്തി കണ്ട ആ ചെറുപ്പക്കാരൻ ശാന്തിയുടെ അടുത്തെത്തി. അയാൾ ശാന്തിയുടെ അടുത്ത് ആ ബെഞ്ചിൽ ഇരുന്നതും ശാന്തി അയാളോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങൾ പറയും പോലെ ചെയ്യാം. ശാന്തി എന്ന് പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ശാന്തിദേവിയോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട, നീ എന്നോടൊപ്പം വാ. ശാന്തിദേവിയോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ എണീറ്റ് നടന്നു തുടങ്ങിയതും ശാന്തിദേവി ചായ കുടിച്ച് കടയിൽ ഗ്ലാസ് കൊടുത്തിട്ട് അയാളെ ഫോളോ ചെയ്തു. അവർ 2 പേരും കൂടി നടന്നെത്തിയത് ഒരു പാർക്കിന് സമീപത്താണ്. അവിടെ വെച്ച് അയാൾ ശാന്തിദേവിയോട് ബിസിനസ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് മറ്റൊരു ശാന്തിദേവിയാണ്.
വ്യക്തമായ ടാർഗറ്റുകൾ അവൾക്ക് നേരത്തെ തന്നെ കിട്ടും. ആ ടാർഗറ്റിൽ സാധനം എത്തിക്കുന്ന ജോലിയാണ് അവൾക്കുള്ളത്. അവളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളുടെ കസ്റ്റമേഴ്സിന് അവളെ സമീപിക്കാനും സാധനം വാങ്ങാനും വളരെ എളുപ്പമായിരുന്നു. പോലീസിന്റെയോ മറ്റ് ആളുകളുടെയോ നിരീക്ഷണത്തിൽപ്പെടാതെ ശാന്തി അതിവേഗം ആ വർളി മേഖലയിലെ ഒത്തിരിയേറെ ഡ്രഗ് യൂസേഴ്സിന് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളായി മാറി. 2 വർഷത്തെ നിരന്തരമായ ഡ്രഗ്സ് വിൽപ്പനയിൽ നിന്ന് അവൾ നേടിയ പണം ഉപയോഗിച്ച് അവൾക്കിപ്പോ സ്വന്തമായി ഒരു മുറി വാങ്ങാൻ വരെ പറ്റിയിരിക്കുകയാണ്. അവൾ താമസിക്കുന്ന ആ തെരുവിൽ അവളുടെ ബന്ധുക്കൾ താമസിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് അവൾ ഒരു മുറി സ്വന്തമായി വിലയ്ക്ക് വാങ്ങിച്ചത്. സ്വന്തം പേരിൽ ഒരു മുറി 2 വർഷങ്ങൾക്ക് മുമ്പ് ശാന്തി ദേവിക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. 2 കൊല്ലം കൊണ്ട് കഥ ആകെ മാറി മറിയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ലോകത്തും ഇന്ത്യയിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കനിഷ്ക വിമാനാപകടവും ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും രാജീവ് ഗാന്ധിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജയവും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ഒരു വശത്ത് വളരെ കാര്യമായി നടക്കുമ്പോൾ ശാന്തി ദേവി അവളുടെ ആ ഡ്രഗ്സ് വിൽപ്പന തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാന്തി ദേവിയെ ആ ഡ്രഗ്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആ രംഗത്ത് നിന്ന് അങ്ങ് പൂർണ്ണമായും ഔട്ടായി. അയാൾ ആ ബിസിനസ് വിട്ട് മറ്റെങ്ങോട്ടോ പോവുകയായിരുന്നു. ഇപ്പോ ശാന്തി ദേവിയും ഡ്രഗ്സ് കൊടുക്കുന്ന ആളുകളും തമ്മിൽ ഡയറക്റ്റ് ബന്ധമാണ്. ശാന്തി ദേവി ഉൽപാദകരുടെ കയ്യിൽ നിന്ന് ചാക്ക് കണക്കിന് സാധനങ്ങൾ ടാക്സിയിൽ അവളുടെ ഏരിയയിൽ എത്തിക്കും. ഒരു പ്രത്യേക സ്ഥലത്ത് ടാക്സിയിൽ നിന്ന് ചാക്കുകൾ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ആ ചാക്കുകൾ ചുമന്ന് അവളുടെ വീട്ടിലെത്തിക്കാനായി ചുമട്ടുകാരുണ്ട്. ഹോൾസെയിൽ വിലയ്ക്ക് എന്തോ സാധനങ്ങൾ അവളുടെ ഏരിയയിൽ കൊണ്ടുവരുന്നെന്നും അതിനുശേഷം അവൾ നഗരത്തിൽ എവിടെയോ കൊണ്ടുപോയി ആ സാധനങ്ങൾ വിൽക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് പൊതുവെ ആ കാഴ്ച ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. രാജീവ് ഗാന്ധി അധികാരം ഏറ്റെടുത്ത 84 മുതൽ പതുക്കെ പതുക്കെ ശാന്തി ദേവിയുടെ ബിസിനസ് രൂപം മാറുകയാണ്. അവൾ ഡ്രഗ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ ഒരുപാട് പേരെ അവളുടെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്തു. ഡ്രഗ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡ്രഗ്സ് കൂടിയേ തീരൂ. അവർക്ക് ഡ്രഗ്സ് കിട്ടാൻ ഒരു എളുപ്പ മാർഗമാണ് ശാന്തി ദേവി ഉണ്ടാക്കി കൊടുത്തത്. അവൾ പറയുന്ന ആളുകൾക്ക് ആ പയ്യന്മാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഡ്രഗ്സ് എത്തിച്ചു കൊടുത്താൽ അവർക്ക് ഡ്രഗ്സ് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് ഡ്രഗ്സ് കിട്ടാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വന്നതും അനവധി ചെറുപ്പക്കാരാണ് ശാന്തി ദേവിക്ക് വേണ്ടി ഡ്രഗ്സ് വിൽക്കാനായി രംഗത്തിറങ്ങിയത്. ശാന്തി ദേവിയുടെ ബിസിനസ് ശരിക്കും സുഖമായി നടന്നു വരുമ്പോഴാണ് 92-ൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം അവൾ മാത്രം അവളുടെ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ വാതിലിൽ ആരോ മുട്ടി. വാതിൽ തുറന്ന് അവൾ കാണുന്നത് ഒരു പോലീസുകാരൻ വാതിലിന് പുറത്തു നിൽക്കുന്നതാണ്. വാതിൽ തുറന്ന അവളോടായി ആ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ മുറി ഒന്ന് പരിശോധിക്കണം. വാതിലിൽ നിൽക്കുന്ന ശാന്തി ദേവിയോടായി ആ പോലീസുകാരൻ അങ്ങനെ പറഞ്ഞതും ശാന്തി ദേവി ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, സാറിന് മുറി മാത്രം പരിശോധിച്ചാൽ മതിയോ, എന്നെ പരിശോധിക്കണ്ടേ? പെട്ടെന്നുള്ള ശാന്തി ദേവിയുടെ ആ മറുപടി ആ പോലീസുകാരന് അങ്ങ് ഇഷ്ടമായി. അയാള് ചിരിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കയറി. അയാൾ മുറിയിലേക്ക് കയറിയതും ശാന്തി ദേവി ആ മുറി അങ്ങ് അടച്ചു. അന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആ മനുഷ്യൻ ശാന്തി ദേവിയുടെ അടുത്തുനിന്ന് പോകുമ്പോൾ അയാളും ശാന്തി ദേവി തമ്മിൽ ഒരു ബന്ധം ഉടലെടുത്തിരുന്നു. ശരിക്കും അയാൾ ആ മുറി അന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ ആ മുറിയിൽ ചാക്കുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും അയാൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. അജയ് ലോഖാൻഡെ എന്ന പോലീസുകാരൻ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശാന്തി ദേവിയെ തിരക്കി വന്നത്. അയാൾ ആ കാര്യം ഇറങ്ങുന്നതിന് മുമ്പ് ശാന്തി ദേവിയോട് പറയുകയും ചെയ്തു. ആരോ ഒരാൾ ശാന്തി ദേവിക്ക് എന്തോ ഡ്രഗ്സ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ സെർച്ച് ചെയ്യാൻ വന്നത്. അയാൾ ഇറങ്ങുമ്പോൾ ശാന്തി ദേവി അയാളോട് ചോദിച്ചു, അല്ല ഇവിടെ ഡ്രഗ്സ് വല്ലതും ഉണ്ടോ? ഒരു ഡ്രഗ്സും ഇല്ല. അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞ അജയ് ചിരിച്ചുകൊണ്ടാണ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആരോ ഒറ്റതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മുറി പരിശോധിക്കാൻ വന്ന ആ പോലീസുകാരനെ വളരെ മനോഹരമായി താൻ കുപ്പിയിലാക്കി എന്ന് ശാന്തി ദേവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ശാന്തി ദേവി പിന്നീട് ആ പോലീസുകാരനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു പുഞ്ചിരി സൂക്ഷിച്ചിരുന്നു. അവർ തമ്മിൽ പതുക്കെ പതുക്കെ ഒരു അടുപ്പം ഉണ്ടായി വരികയാണ്. ശാന്തി ദേവിയെ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം അവളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അവൾക്കും ഒരു താല്പര്യം ഉണ്ടായി വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ജൂഹു ബീച്ചിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പോലീസുകാരൻ അജയ് ശാന്തി ദേവിയോട് പറഞ്ഞു, ശാന്തി, നീ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ എല്ലാ പരിപാടികളും എനിക്കറിയാം. തന്റെ മാസ്മരിക വലയത്തിൽ അജയ് പെട്ടുപോയതുകൊണ്ട് അജയ് താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണാതെ പോയതാണ് എന്നൊരു ധാരണ ശാന്തിക്ക് ഉണ്ടായിരുന്നു. ശാന്തിയുടെ ആ ധാരണയെ തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പൊ അജയ് പറഞ്ഞത്. അജയ് ശാന്തിയുടെ മുറിയിൽ ഡ്രഗ്സ് സൂക്ഷിച്ചിരിക്കുന്നത് കൃത്യമായി കണ്ടിരുന്നു എന്നാണ് ഇപ്പോ അജയ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് അജയ് അവളെ സഹായിക്കുന്നത് മനസ്സിലായതും അവളും അജയും തമ്മിലുള്ള ബന്ധം പതുക്കെ അങ്ങ് വളർന്നു.
അത് ഒരു ബിസിനസ് ബന്ധമായി അങ്ങ് വളരുകയാണ്. ശാന്തിദേവിക്ക് ആവശ്യമായ സപ്പോർട്ട് മെക്കാനിസം അജയ് കൊടുക്കുമ്പോൾ അജയ്ക്ക് അതിൻ്റെതായ കമ്മീഷൻ ശാന്തി കൃത്യമായി കൊടുക്കും. ശാന്തി ദേവിയുടെ ബിസിനസ് സാമ്രാജ്യം അങ്ങനെ തഴച്ചു വളർന്നപ്പോൾ ശാന്തി ദേവിയുടെ മുറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പണത്തിന്റെ അളവും കൂടുകയാണ്. ഇഷ്ടംപോലെ പണം ശാന്തിദേവിയുടെ മുറിയിലേക്ക് അങ്ങനെ കുമിഞ്ഞുകൂടി. ഇപ്പോ ശാന്തിദേവിയുടെ ബിസിനസ്സിൽ അവളുടെ സഹോദരന്മാരെല്ലാം സഹകരിക്കുന്നുണ്ട്. ആ സഹോദരന്മാരിൽ ഒരാൾ ശാന്തിദേവിയോട് പറഞ്ഞു, ശാന്തി, നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തേ പറ്റൂ. പണം ഇങ്ങനെ ഇവിടെ അടുക്കി വെച്ചാൽ അത് ഒരു വിഷയമാകും. ചേട്ടാ, നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയി ഈ പണം നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ശാന്തി, അതിന് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യണം. നീ ഒരു ടാക്സി വാങ്ങിയില്ലേ, ടാക്സി ഓടിക്കിട്ടുന്ന കാശ് എന്ന് പറഞ്ഞ് നമുക്ക് ബാങ്കിൽ പണമിടാലോ. അവളുടെ ചേട്ടൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ശാന്തിക്ക് തോന്നി. ഒരു നിയമാനുസൃതമുള്ള ബിസിനസ് അവൾ ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസിന്റെ പണമെന്ന നിലയിൽ ബാങ്കിലേക്ക് പണം വന്നാൽ അതിനെ ആരും ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. ശാന്തി, അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് പണം മുഴുവൻ വന്നാൽ അത് സ്വാഭാവികമായിട്ടും പലരുടെയും ശ്രദ്ധയിൽപ്പെടും, അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അക്കൗണ്ട് തുടങ്ങണം. ശാന്തി ദേവിയെ ബിസിനസ് അവരുടെ സഹോദരന്മാർ പഠിപ്പിച്ചു തുടങ്ങി. അതിന് ഒരു ഫലമുണ്ടായി. അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് മുംബൈയിലെ വിവിധ ബാങ്കുകളിലായി ശാന്തിക്കും സഹോദരന്മാർക്കുമായി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് 27 അക്കൗണ്ടുകളാണ്. ആ 27 അക്കൗണ്ടുകളും ടാക്സി സർവീസുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നത്. ശരിക്കും ശാന്തി ദേവിയുടെ ടാക്സി സർവീസ് ഒരു ശക്തമായ ബിസിനസ്സായി മാറി. അനവധി ടാക്സികളാണ് ശാന്തി പർച്ചേസ് ചെയ്തത്. തലങ്ങും വിലങ്ങും ഓടുന്ന ആ ടാക്സികളുടെ പേരിൽ പണം ആ 27 അക്കൗണ്ടുകളിലേക്കും വന്നങ്ങ് കുവിഞ്ഞു കൂടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആ പണം വരുന്നത് ഡ്രഗ് ബിസിനസ്സിൽ നിന്നാണ്. 1982 ശാന്തി ദേവി ഡ്രഗ്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. 80കളും 90കളും അവൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. എന്നാൽ 2001 മാർച്ചിൽ അപ്രതീക്ഷിതമായി അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 30 ഗ്രാം ഡ്രഗ്സുമായിട്ടാണ് ശാന്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ശാന്തി ഏകദേശം 8 മാസത്തോളം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് അവൾ മടങ്ങി വരുമ്പോഴാണ് ശാന്തി വല്ലാതെ അമ്പരന്ന് പോകുന്നത്. അവളുടെ ബിസിനസ് ശരിക്കും തളർന്നിരിക്കുകയാണ്. അവൾ അവളുടെ സബോർഡിനേറ്റ്സൊക്കെ വിളിച്ചുകൂട്ടി അവരെയൊക്കെ കാര്യമായി ചീത്ത വിളിച്ചു. ഒരു ചുക്കനും ചുണ്ണാമനെ കൊള്ളാത്ത നിന്നെയൊക്കെ എന്തിനാണ് പണിക്ക് വെച്ചിരിക്കുന്നത്? ഞാൻ കുറച്ച് ദിവസം ഇല്ലെന്ന് കരുതി ബിസിനസ് അങ്ങ് നിർത്തുകയാണ്. അങ്ങനെയല്ലേ ചേച്ചി, ബിസിനസ് പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് വേറെ ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു, വേറെ ആളുകൾ രംഗത്തിറങ്ങിയെന്നു അങ്ങനെ പറഞ്ഞ് ശാന്തി അവരുടെ അങ്ങ് തട്ടിക്കയറുമ്പോൾ അവളുടെ സഹോദരൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി, അവർ പറയുന്നതിനകത്ത് വാസ്തവമുണ്ട്. നമ്മുടെ ബിസിനസ് മേഖലയിൽ വേറെ ആളുകളും ഇതേ ബിസിനസ് ചെയ്യാനായി രംഗത്തുണ്ട്. അതുകൊണ്ട് ഒരു മത്സരമുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. ഡ്രഗ്സ് ബിസിനസ് ഒരു വലിയ റിസ്ക് ഉള്ള ബിസിനസ്സാണ്. വളരെ വളരെ രഹസ്യമായി കൈകാര്യം ചെയ്താൽ മാത്രമേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ബിസിനസ് ഏതെങ്കിലും മേഖലയിൽ പച്ച പിടിക്കുമ്പോൾ മറ്റാരെങ്കിലും ആ മേഖലയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായും അവിടെ ഒരു ഉരസലുണ്ടാവും. ആ ഉരസൽ പോലീസിനെ വിളിച്ചു വരുത്താൻ സർവ്വസാധ്യതയുമുണ്ട്. ആ ഉരസലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ശാന്തി ദേവിയുടെ ടീം അംഗങ്ങൾ പല മേഖലയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ശാന്തിക്ക് കഥ ഇപ്പോൾ മനസ്സിലായി. ശാന്തി ഉടൻ തന്നെ അജയ് വിളിച്ചു. അജയും കൊണ്ട് ശാന്തി 2 ദിവസം ഒരു ടൂറിലായിരുന്നു. ആ ടൂറിനിടയിൽ അജയോട് ശാന്തി കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നും ആ കോമ്പറ്റീറ്റേഴ്സ് കാരണം അവൾക്ക് അവളുടെ ഡ്രഗ്സ് ബിസിനസ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നും അജയോട് പറഞ്ഞതും അജയ് ശാന്തിയോട് പറഞ്ഞു, ശാന്തി, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിനക്കൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അജയ്, എന്താ അത്? ശാന്തി, നീ പോലീസിന്റെ ഇൻഫോമർ ആകണം. പോലീസിന്റെ ഇൻഫോമർ ആകാനോ? അജയ്, എന്താ ഉദ്ദേശിക്കുന്നത്? ശാന്തി, നീ നിന്റെ ആളുകളെ ഉപയോഗിച്ച് മറ്റുള്ള ആളുകൾ എവിടെയാണ് ഡ്രഗ്സ് വിൽക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വിവരം പോലീസിന് നൽകുകയാണെങ്കിൽ പോലീസ് അവരെ പൊക്കിക്കൊള്ളും. അജയ്, ഞാൻ ആ വിവരം പോലീസിനെ അറിയിച്ചാൽ എൻ്റെ എതിരാളികൾ ഞാനാണ് ആ വിവരം ചോർത്തിയെന്ന് അറിയത്തില്ലേ? ശാന്തി, അവിടെയാണ് പോലീസിന്റെ പ്രത്യേക വിങ്ങിന്റെ പ്രസക്തി ഇരിക്കുന്നത്. നീ വിവരം അറിയിക്കേണ്ടത് പ്രത്യേക വിങ്ങിലാണ്. അവർ ഒരു കാരണവശാലും ആരാണ് പോലീസ് ഇൻഫോമർ എന്ന് ആരോടും പറയത്തില്ല. അജയ്
ലോഖാൻഡെ അങ്ങനെ തീർത്തു പറഞ്ഞതും അജയ് വിശ്വസിച്ച് ശാന്തി ദേവി ഒരു പോലീസ് ഇൻഫോമറായി മാറി. അവളുടെ എതിരാളികൾ എവിടെയൊക്കെയാണ് മയക്കുമരുന്ന് വിൽക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ അവളുടെ ആ നെറ്റിലെ ആളുകൾക്ക് എളുപ്പം പറ്റും. ശാന്തി ദേവിക്ക് വേണ്ടി ഡ്രഗ്സ് മുംബൈയിലെമ്പാടും വിൽക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. വല്ലാത്തൊരു വല തന്നെ അവൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വല ഉപയോഗിച്ച് അവൾ പുതിയ കോമ്പറ്റീറ്റേഴ്സിനെ എളുപ്പം കണ്ടുപിടിച്ചു തുടങ്ങി. അവൾ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടെത്തിയാൽ ആ നിമിഷം ആ വിവരം പോലീസിന്റെ നർക്കോട്ടിക് വിങ്ങിൽ അറിയും. അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കൃത്യതയുള്ള വിവരമാണ് ശാന്തി ദേവിയിൽ നിന്ന് കിട്ടുന്നത്. എവിടെ എപ്പോ ഡീല് നടക്കുമെന്ന് ശാന്തി ദേവി കൃത്യമായി അറിയിക്കുന്നതുകൊണ്ട് തന്നെ ആ നർക്കോട്ടിക് വിങ്ങിന് ശാന്തി ദേവിയുടെ എതിരാളികളെ പോക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ സമർത്ഥമായ കളിയിലൂടെ ശാന്തി ദേവി പതുക്കെ പതുക്കെ അവളുടെ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത 3-4 വർഷം കൊണ്ട് ശാന്തി ദേവി അവളുടെ മാർക്കറ്റ് തിരിച്ചു പിടിച്ചു. ഇപ്പോ 100ഓളം സജീവ പ്രവർത്തകരാണ് ശാന്തി ദേവിക്ക് വേണ്ടി ഉള്ളത്. ഈ സമയത്താണ് മുംബൈയിൽ മുനിസിപ്പൽ ഇലക്ഷൻ വരുന്നത്. ശരിക്കും പണം സമ്പാദിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ശാന്തി ദേവി അനവധി ആളുകളുടെ കാണപ്പെട്ട ദൈവം കൂടിയാണ്. ശാന്തി ദേവിക്ക് ശാന്തി ദേവിയുടേതായ ഒരു ക്ലൗട്ട് ഉണ്ടെന്ന അർത്ഥം. അവൾ പറയുന്ന ആളുകൾ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ആ അറിവ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരെ ശാന്തി ദേവിയിലേക്ക് അടുപ്പിച്ചു. മുനിസിപ്പൽ ഇലക്ഷൻ വന്നപ്പോൾ അവളുടെ കയ്യിലെ പണം ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അങ്ങ് ഒഴുക്കുകയായിരുന്നു. അവളുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇലക്ഷൻ ജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി ശാന്തിയെ കാണാനായി ശാന്തിയുടെ മുറിയിലേക്ക് വന്നു. ശരിക്കും ശാന്തി ഈ സമയമായപ്പോൾ അനവധി മുറികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ശാന്തിക്ക് അവളുടെ ആ ചാവലിൽ ഒരു മുറിയുണ്ട്. ആ മുറിയിലേക്കാണ് ആ മുനിസിപ്പൽ ഇലക്ഷൻ ജയിച്ച ആള് കടന്നു വരുന്നത്. ബോംബെ മുനിസിപ്പാലിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ്. അവിടുത്തെ ആ കൗൺസിലറെ കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്ന അയാൾ ഒരു വലിയ സംഭവമാണ്. പക്ഷെ ശാന്തിയുടെ മുന്നിൽ ഇരിക്കാൻ അയാൾക്കൊരു മടി. അയാളുടെ പുറയിൽ അയാളുടെ ശിഷ്യനുണ്ട്. അയാളുടെ ശിഷ്യൻ ഒരു സ്വീറ്റ് ബോക്സ് ആ കോർപ്പറേറ്ററുടെ കയ്യിലേക്ക് കൊടുത്തു. സ്വീറ്റ്സ് എടുത്ത് അയാൾക്ക് ശാന്തി ദേവിക്ക് കൊടുക്കണം. അതാണ് അയാളുടെ ആഗ്രഹം. അയാളുടെ വിജയത്തിന്റെ കാരണക്കാരി ശാന്തി ദേവിയാണെന്ന് അയാൾക്ക് അറിയാം. അയാൾ ആ സ്വീറ്റ്സ് ശാന്തി ദേവിക്ക് കൊടുത്തുകൊണ്ട് ശാന്തി ദേവിയോട് പറഞ്ഞു, മാഡം, ഇന്നു മുതൽ മാഡം എൻ്റെ കൺകണ്ട ദൈവമാണ്. മാഡം പറയുന്ന എന്ത് കാര്യവും ഞാൻ ഉറപ്പായും ചെയ്തിരിക്കും. ശരിക്കും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ശാന്തി ദേവി ഇവിടെ നടത്തിയിരിക്കുന്നത്. അവൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളെ ശാന്തി ദേവി പതുക്കെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ നേതാവ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാന്തി ദേവിക്ക് ശരിക്കൊരു അഭിമാനം തോന്നുകയാണ്. അവൾ ഇതാ രാഷ്ട്രീയ അധികാരം അവളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാഷ്ട്രീയ അധികാരവും ശാന്തിയുടെ കയ്യിലേക്ക് വന്നതും മുംബൈ മേഖലയിലെ ഡ്രഗ്സ് ബിസിനസിന്റെ അവസാന വാക്കായി ശാന്തി ദേവി അങ്ങ് മാറുകയാണ്. ആ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി ശാന്തി ദേവി താമസിക്കുന്ന ആ തെരുവിൻ്റെ നേരെ എതിർഭാഗത്തെ തെരുവിൽ ഒരു സ്ത്രീ ശാന്തിയുടെ അതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ വിവരമറിഞ്ഞ ശാന്തി നേരെ ആ വീട്ടിലേക്ക് ചെന്നു. അവരെ ശാന്തിക്ക് അറിയാം. അവരുടെ പേര് ആശ എന്നാണ്. ആശ ശാന്തിയെ കണ്ടതും സന്തോഷത്തോടുകൂടി ശാന്തി അവളുടെ മുറിയിലേക്ക് ക്ഷണിച്ചു. ഹലോ ശാന്തി ദീദി, ബാബാ. ആശ, ഞാൻ ഇവിടേക്ക് വന്നത് നിന്നോടൊരു കാര്യം പറയാനാണ്. ഞാൻ ചെയ്യുന്ന അതേ ബിസിനസ്സാ നീ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇവിടെ എൻ്റെ ഏരിയയിൽ ആ ബിസിനസ് ചെയ്താൽ അത് ശരിയാകില്ല. ഒന്നുകിൽ നീ ബിസിനസ് നിർത്തണം, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും നീ നിന്റെ ബിസിനസ് മാറ്റണം. ശാന്തിയെ വളരെ പൊളൈറ്റായിട്ട് അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത ആശ ശാന്തി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ആശ ശാന്തിയോട് പറഞ്ഞു, നോക്ക് നിധി, നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും നടക്കത്തില്ല. ഞാൻ എൻ്റെ ബിസിനസ് മതിയാക്കത്തുമില്ല, ബിസിനസ് ഇവിടുന്ന് മാറ്റത്തുമില്ല. വളരെ റഫായിട്ട് ആശ അങ്ങനെ പറഞ്ഞതും ശാന്തി ആശയോട് പറഞ്ഞു, ആശ, നിന്നെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്.
അങ്ങനെ ശാന്തി ഒരിക്കൽ കൂടി പറഞ്ഞതും ആശ ശാന്തിയോട് പറഞ്ഞു, എടീ, നിന്നെപ്പോലെ വഴിവിട്ട് ജീവിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. നീ കണ്ടോന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടത്തിട്ട് ഉണ്ടാക്കിയ കാശല്ലേ ഇവിടെ ഈ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. ഞാൻ അത്ര കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരു തരംതാണ സ്ത്രീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഇറങ്ങ പുറത്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാന്തിയെ ബലമായിട്ട് തന്നെ അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു. ഈ സംഭവം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടാണ്, രാത്രിയാണ്. ആ രാത്രിയിൽ ആശ താമസിച്ചിരുന്ന ആ വീട് ഒന്നങ്ങ് കത്തി. ആ വീട് കത്തി തീർന്നപ്പോൾ ജീവനോടെ ആശി കത്തിത്തീരുകയായിരുന്നു. തൻ്റെ എതിരാളിയെ ഇല്ലാതാക്കാൻ ശാന്തി ഏത് അറ്റം വരെയും പോകും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി ഈ രംഗം മാറുകയാണ്. ശാന്തി ശരിക്കും ഇപ്പോൾ അധികാരം ഇഷ്ടപ്പെടുന്ന ആളായി മാറിയിരിക്കുകയാണ്. ഒരു തരത്തിലും എതിരാളിയെ വളരാൻ അനുവദിക്കാൻ ശാന്തി തയ്യാറല്ല എന്ന് വ്യക്തം. വർഷങ്ങൾ അതിവേഗം ഓടിപ്പോവുകയാണ്. 2012 ആയപ്പോൾ ശാന്തി ദേവിയോട് അവളുടെ വിൽപ്പനക്കാർ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. മാഡം, ഇപ്പോൾ ഒരു പുതിയ സ്റ്റഫ് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ സ്റ്റഫോ? എന്താ അത്? മാഡം, അതിനെ മ്യാവ് മ്യാവ് എന്ന് വിളിക്കുന്നത്. പൂച്ച കരയുമ്പോൾ കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, മ്യാവ് മ്യാവ്. ആ ശബ്ദത്തിൻ്റെ പേരിൽ ഒരു പുതിയ സാധനം ഇറങ്ങിയിരിക്കുകയാണ്. അതിനാണ് ഡിമാൻഡ് എന്ന് കേട്ടതും ശാന്തി ദേവി അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കി തുടങ്ങി. കൂടുതൽ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ശാന്തി ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന കുറെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. മ്യാവും മ്യാവും എന്ന് വിളിക്കപ്പെടുന്ന സാധനം സർക്കാർ അതുവരെയും ഡ്രഗ്സിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ലാത്ത ഒരു സാധനമാണ്. ഒരു സാധാരണ കെമിക്കലാണ്. മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ പെടാത്ത ഒരു സാധനം ചെറുപ്പക്കാരുടെ ഇടയിൽ പടർന്നു പിടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശാന്തി ദേവി ശരിക്കും ആ മ്യാവു മ്യാവു എന്ന കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന സകല ഫാക്ടറികളെയും അങ്ങ് ബുക്ക് ചെയ്തു. അടുത്ത 2 കൊല്ലത്തേക്കുള്ള അവരുടെ മുഴുവൻ ഉൽപാദനവും ശാന്തി ദേവി അങ്ങ് ബുക്ക് ചെയ്യായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുകയാണ്. അടുത്ത 2 കൊല്ലത്തേക്ക് ആ ബിസിനസിന്റെ എൻറ്റയർ കൺട്രോളും ശാന്തി ദേവിയുടെ കയ്യിലേക്ക് വന്നു. ശാന്തി ശരിക്കും വലിയൊരു ചൂതാട്ടമാണ് നടത്തിയത്. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് മുംബൈ മേഖലയിലെ 70% ഡ്രഗ്സ് ബിസിനസ്സും 2013 ആയപ്പോൾ ശാന്തി ദേവിയുടെ കൺട്രോളിലായി. മ്യാവ് മ്യാവ് എന്ന ആ ഉൽപ്പന്നം ഡ്രഗ്സിന്റെ കൂട്ടത്തിൽ പെടാത്തത് കൊണ്ട് തന്നെ ശാന്തി ദേവിക്ക് ആ സാധനം വിൽക്കാനായി പോലീസിന്റെ സഹായവും ആവശ്യമില്ല. പെട്ടെന്നാണ് ശാന്തിയുടെ ബിസിനസ് അങ്ങ് തഴച്ചു വളർന്നത്. പോലീസിന്റെ സഹായം ആവശ്യമില്ലാത്ത സമയമായതുകൊണ്ട് ശാന്തി ദേവി ഈ കാലഘട്ടത്തിൽ അജയ് ലോക്പാണ്ഡെയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് മറന്നുപോലെയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം അവൾ ആ വിവരം അറിഞ്ഞത്. അജയ് ലോക്പാണ്ഡെ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാണ്. 1982 ശാന്തി ദേവിയെ അവളുടെ ഭർത്താവ് ഉപേക്ഷിക്കുന്നത്. 92 അവൾ അജയ് ലോക്പാണ്ഡെയുമായി ബന്ധമുണ്ടാക്കുന്നത്. അവളുടെ ജീവിതത്തിൽ ആകെ 2 പുരുഷന്മാരെ കടന്നു വന്നിട്ടുള്ളൂ. ഒന്ന് അവളുടെ ഭർത്താവും രണ്ടാമൻ അജയുമാണ്. ആ അജയെ അവളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ്. ആ അജയ്ക്കാണ് 2013 ആയപ്പോൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ശാന്തി ദേവി അറിയുന്നത്. ശാന്തി ദേവിയുടെ സ്ത്രീ മനസ്സ് ഒന്ന് പിടഞ്ഞു എന്ന് തന്നെ പറയാം. അജയ് ലോഖാണ്ഡയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ഉള്ള ബന്ധം അംഗീകരിച്ചു കൊടുക്കാൻ ശാന്തി ദേവിക്ക് എന്തോ ഒരു വൈമോഹ്യം. ശാന്തി അജയെ ചൊൽപ്പടിയിൽ നിർത്താനായി ശരിക്കും വിദഗ്ധമായ ഒരു കളി കളിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴാണ്. അന്ന് രാത്രിയിൽ ശാന്തി ദേവി എന്ന പോലീസ് ഇൻഫോമർ അവൾ സ്ഥിരമായി വിളിക്കുന്ന നർക്കോട്ടിക് വിങ്ങിലേക്ക് വിളിച്ചു. അജയ് ലോക്പാണ്ഡെ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്നു എന്നാണ് ശാന്തി ദേവി റിപ്പോർട്ട് ചെയ്തത്. മറൈൻ ലൈൻ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അജയ് ലോക്പാണ്ഡെ അയാളുടെ വസതിയിൽ മയക്കുമരുന്ന് സൂക്ഷിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസ് റെയ്ഡുണ്ടായി. അജയ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അജയ് വർക്ക് ചെയ്യുന്ന മറൈൻ ലൈനിലെ പോലീസ് സ്റ്റേഷനിലെ അജയുടെ പ്രത്യേക ക്യാബിനകത്തു നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തത് മ്യാവു മ്യാവു എന്ന പേരുള്ള ആ പുതിയ ഉൽപ്പന്നമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട അജയ് കൊളാബയിലെ ആർബർ റോഡ് ജയിലിലായിരിക്കുമ്പോൾ വൈകുന്നേരം 5 മണിയോടടുപ്പിച്ച് ശാന്തി ദേവി അജയനെ കാണാൻ വന്നു.
ഒരു ഗ്രില്ലിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ടുപേരും നിൽക്കുകയാണ്. ശാന്തി അജയനോട് ചോദിച്ചു, അജയ്, എന്നോട് ചതി കാണിച്ചാൽ എന്ത് സംഭവിക്കുന്നു മനസ്സിലായില്ലേ? അജയന് ശാന്തിയാണ് തന്നെ കുടുക്കിയെന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അജയ് ശാന്തിയുടെ കണ്ണിലേക്ക് തന്നെ അങ്ങ് നോക്കി നിൽക്കുകയാണ്. 92-ൽ ശാന്തിക്കൊപ്പം കൂടിയ വ്യക്തിയാണ് അജയ്. പക്ഷെ ആദ്യമായിട്ടാണ് അജയ് അവൾക്ക് പകരം മറ്റൊരു സ്ത്രീയെ തേടി പോകുന്നത്. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അയാൾ അനുഭവിക്കുന്നത്. അയാൾ ജയിലിലാക്കാനുള്ള കാരണം അതാണ്. ശാന്തി ആ കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അജയിനോട് പറഞ്ഞു. അജയ് ഒരക്ഷരം മിണ്ടാതെ ശാന്തി തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് ശാന്തിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അയാളുടെ അതുവരെയുള്ള ജീവിതത്തെ ആകെ തകിടം മറിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട് ജയിലിലായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് അയാൾക്കിനി ഉണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ അജയന്റെ മനസ്സിലേക്ക് വരികയാണ്. അജയ് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും അജയനെ ഒന്ന് നോക്കിയിട്ട് ശാന്തി ദേവി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും അവളൊരു പ്രതികാരം ചെയ്തു എന്ന് പറയാം. ജയിലിൽ നിന്ന് മടങ്ങുമ്പോൾ ശാന്തിയുടെ മനസ്സിൽ ശരിക്കൊരു ശാന്തതയുണ്ട്. തനിക്കൊരു ത്രെട്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയാണ് അജയ്. അജയെ അവൾ കൊടുക്കാനുള്ള കാരണം അജയ്ക്ക് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ടായതും മാത്രമല്ല, ആ സ്ത്രീ ശാന്തി ദേവിയുടെ അതേ ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരവും ശാന്തി ദേവി അറിഞ്ഞിരുന്നു. അജയ്ക്ക് ഈ ഡ്രഗ്സ് ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നതെന്നും ആരൊക്കെയാണ് ഉൽപാദകരെന്നും എവിടേക്കാണ് ആ ഉൽപ്പന്നം വിൽക്കേണ്ടതെന്നും കൃത്യമായി അറിയാം. ആ അറിവ് അജയ് അവന്റെ പുതിയ കൂട്ടുകാരിക്ക് പകർന്നു കൊടുത്താൽ സ്വാഭാവികമായിട്ടും ശാന്തി ദേവിക്ക് ഒരു എതിരാളി ഉണ്ടാകുമെന്നുള്ള കാര്യം ശാന്തി ദേവിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ശാന്തി ദേവി അവളുടെ ആ ദീർഘകാല കൂട്ടുകാരനായ അജയിനെ ജയിലിലാക്കാൻ നിർബന്ധിതയായത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അജയെ അറസ്റ്റ് ചെയ്ത പോലീസ് സത്താര മേഖലയിലെ അയാളുടെ താമസ സ്ഥലത്തിന് ചുറ്റും അവരുടെ കൈവശമുള്ള ഫോട്ടോകളൊക്കെ കാണിക്കുമ്പോൾ ആ ഫോട്ടോയിൽ ചില ആളുകൾ ശാന്തി ദേവിയെ തിരിച്ചറിഞ്ഞു. അജയനെ കാണാനായി സത്താരയിൽ പലപ്പോഴും ശാന്തി ദേവി ചെല്ലുമായിരുന്നു. അജയുടെ കൂട്ടുകാരിയായിരുന്നു ശാന്തി എന്നുള്ള വിവരം അറിഞ്ഞ നാർക്കോട്ടിക് വിഭാഗം ശാന്തി അറസ്റ്റ് ചെയ്തു. അജയന്റെ കൈവശമുള്ള ആ മയക്കുമരുന്നുകൾ ശാന്തിയുമായി കണക്ട് ചെയ്യപ്പെട്ട മയക്കുമരുന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശാന്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ശാന്തിക്ക് വേണ്ടി ഹാജരായ വക്കീലുമാർ ജഡ്ജിയോട് പറഞ്ഞു, യുവർ ഓണർ, ഇവിടെ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മ്യാവ് മ്യാവു എന്ന സാധനവുമായി കണക്ട് ചെയ്തിട്ടാണ്. അത് ഒരു ഡ്രഗ്സ് അല്ല. ആ സാധനം ഡ്രഗ്സ് അല്ലാതിരിക്കെ ഡ്രഗ്സിന്റെ പേരിൽ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല. അങ്ങനെ ലോയർ പറഞ്ഞതും നാർക്കോട്ടിക് വിഭാഗം മറ്റൊരു വാദം കോടതിയുടെ മുന്നാകെ അവതരിപ്പിച്ചു. യുവർ ഓണർ, സർക്കാർ മ്യാവ് മ്യാവുവിനെ ഡ്രഗ്സ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ ശാന്തിദേവിയുടെ ലോയർ ജഡ്ജിയോട് പറഞ്ഞു, യുവർ ഓണർ, ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നം ഡ്രഗ്സ് അല്ല. അറസ്റ്റിന് ശേഷമാണ് ആ ഉൽപ്പന്നം ഡ്രഗ്സായി സർക്കാർ നോട്ടിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അനുവദിക്കാൻ ആവില്ല. കോടതിയിൽ രണ്ട് ഭാഗവും അവരുടെ വാദമുഖങ്ങൾ അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ആ വാദത്തിൽ ഇടപെട്ടുകൊണ്ട് ശാന്തി ദേവി ജഡ്ജിയോട് പറഞ്ഞു, യുവർ ഓണർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രതിയായ ശാന്തി ദേവി ജഡ്ജിയോട് അവൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതും ജഡ്ജി അവൾക്ക് പറയാനുള്ള കാര്യം പറയാൻ അവസരം കൊടുത്തു. യുവർ ഓണർ, ഡ്രഗ്സ് എന്ന പേരിൽ ഇവിടെ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാധനം ഡ്രഗ്സ് ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷമല്ലേ ഈ വാദത്തിന് അടിസ്ഥാനം ഉണ്ടാവൂ. വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ശാന്തി ദേവി ചോദിച്ചത്. തൊണ്ടി മുതലായി കണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന സാധനം ഡ്രഗ്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഡ്രഗ്സിന്റെ പേരിൽ ഒരു വിചാരണ നടത്താൻ പാടുള്ളൂ. അത് മനസ്സിലാക്കിയ ജഡ്ജി ഉടൻ തന്നെ ആ തൊണ്ടി മുതൽ ഡ്രഗ്സ് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, ഡ്രഗ്സ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഡ്രഗ്സ് കേസിൽ ശാന്തി ദേവിയെ അറസ്റ്റ് ചെയ്തെന്ന് അർത്ഥമുള്ളെന്ന് മനസ്സിലാക്കി ജഡ്ജി ശാന്തി ദേവിക്ക് ജാമ്യം അനുവദിച്ചു. കർക്കശമായ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ജാമ്യം ശാന്തി ദേവിക്ക് ലഭിച്ചു. അന്നേ ദിവസം രാത്രി ശാന്തി ദേവിക്ക് ഒരു കോള് ലഭിച്ചു. കോള് വിളിച്ചത് ഒരു SP ആണ്. SP ശാന്തി ദേവിയോട് പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. അയാൾക്ക് 5 ലക്ഷം രൂപ വേണം. നേരത്തെ ഒരു കേസുമായി ബന്ധിപ്പിച്ച് ശാന്തി ദേവി അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നിന്ന് ശാന്തിയെ ഊരാൻ അയാൾക്ക് 5 ലക്ഷം രൂപ വേണമെന്നാണ് അയാൾ ശാന്തിയോട് പറഞ്ഞത്.
ശാന്തി സമ്മതിച്ചു. പിറ്റേ ദിവസം മുംബൈയിലെ തിരക്കേറിയ ഒരു റോഡിന്റെ വശത്ത് വെച്ച് ശാന്തി ദേവി ആ പണം ആ പോലീസ് എസ് പിക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വിജിലൻസുകാർ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിജിലൻസുകാർ ശാന്തിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ആ പോലീസ് എസ് പിയെ അവിടെ വെച്ച് പരസ്യമായി അറസ്റ്റ് ചെയ്യായിരുന്നു. 5 ലക്ഷം രൂപ ഫോണിലൂടെ ശാന്തിദേവിയോട് ചോദിച്ച വിവരം ശാന്തിദേവി അപ്പോൾ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചതുകൊണ്ടാണ് അത്തരം ഒരു ഡ്രാമ അരങ്ങേറിയത്. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതും കോടതിയിൽ ശാന്തിദേവി പറഞ്ഞ ആ ഡ്രഗ്സിന്റെ പരിശോധന റിപ്പോർട്ട് എത്തി. ശാന്തിദേവിയും അജയും ഒക്കെ കോടതിയിൽ ഹാജരാണ്. അവർ രണ്ടുപേരും പ്രതികളാണല്ലോ. ശാന്തിദേവിയും അജയും അറസ്റ്റ് ചെയ്തത് അജയുടെ സത്താരയിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആ തൊണ്ടിമുതലിനെ ബേസ് ചെയ്താണ്. ആ തൊണ്ടിമുതൽ മ്യാവ് മ്യാവ് എന്ന ഡ്രഗ്സ് ആണെന്നാണ് പോലീസ് കോടതി പറഞ്ഞത്. പക്ഷെ കോടതി ആ തൊണ്ടിമുതലിനെ ലാബ് പരിശോധനകൾക്ക് കൊടുത്തിരുന്നു. ആ ലാബ് പരിശോധനകളുടെ റിപ്പോർട്ടാണ് ജഡ്ജി പബ്ലിക്കായി വായിച്ചത്. 2 വ്യത്യസ്ത ലാബുകളിൽ നിന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടാണ് ജഡ്ജി വായിച്ചത്. ആ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് മ്യാവു മ്യാവു എന്ന പേരിൽ അജയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സാധനം യഥാർത്ഥത്തിൽ ഭക്ഷണ സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന അജിനോമോട്ടോയാണ്. അജിനോമോട്ടോ അയാൾ കുറച്ച് വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്നതാണ്. ആ അജിനോമോട്ടോയാണ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റുകാർ മ്യാവു മ്യാവു എന്ന പേര് പറഞ്ഞ് കണ്ടെടുത്തിരിക്കുന്നത്. അജിനോമോട്ടോ കണ്ടെടുത്തിട്ട് മ്യാവു മ്യാവു എന്ന ഡ്രഗ്സ് ആക്കി അവതരിപ്പിച്ച ആ നർക്കോട്ടിക് വിഭാഗത്തിനെ ശരിക്കും കാര്യമായി ഗുണദോഷിച്ചുകൊണ്ട് ജഡ്ജി അജയനെയും ശാന്തിദേവിയും വെറുതെ വിട്ടു. ശാന്തിദേവിയും അജയ് ലോഖാണ്ടയും പ്രതികളുടെ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോടതിയിലേക്ക് നടക്കുമ്പോൾ അജയ് ശാന്തിദേവിയോട് പറഞ്ഞു, ഇനി നിന്നെ കാണേണ്ടി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അജയ് അത് പറഞ്ഞതും ശാന്തി ചിരിച്ചുകൊണ്ട് അജയോട് പറഞ്ഞു, ഏയ് സൂപ്പർ പോലീസുകാരെ, അത് അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. സത്താറ മേഖലയിലെ എസ് പി ആ മ്യാവു മ്യാവു എന്ന ഡ്രഗ്സ് രാഖി രാമാനും എടുത്തു മാറ്റിയിട്ട് അവിടെ അജിനോമോട്ടോ വെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോ പുറത്തു കേൾക്കുന്ന വിവരം. എന്തായാലും ശാന്തിദേവിയെ കുറിച്ച് ഇപ്പോ നമ്മൾ മുംബൈയിൽ തിരക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അവര് ഒരു ഹോൾസെയിൽ ബിസിനസ്സുകാരിയാണെന്നാണ്. എന്തോ ഹോൾസെയിൽ ബിസിനസ് ആണ് അവർ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് രസകരമായ ഒരു ഉത്തരം കിട്ടുന്നത്. അവർക്ക് മീൻ ബിസിനസ് ആണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. മീൻ ബിസിനസ്സുകാരി എന്ന പേരിൽ ഇപ്പോ ശാന്തിദേവി അറിയപ്പെടുന്നുണ്ടെങ്കിലും ശാന്തിദേവിയുടെ മയക്കുമരുന്ന് സാമ്രാജ്യം അതിശക്തമായി മുംബൈയിൽ അങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്നു എന്നാണ് നർക്കോട്ടിക് വിഭാഗം പോലും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശാന്തിദേവിയെ പൂട്ടാൻ പറ്റുന്നില്ല എന്ന് മാത്രം. മുംബൈയെ ഇപ്പോ അടക്കി ഭരിക്കുന്ന മാഫിയ റാണി ശാന്തിദേവിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.